തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്താൻ ലക്ഷ്യമിട്ട് പുതിയ മുസ്ലിം ഔട്ട്റീച്ച് പരിപാടിക്ക് തുടക്കമിടുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഔട്ട്റീച്ച് നടപ്പാക്കുക. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുകയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യമെന്നും ഇത് വോട്ട് പിടിക്കാൻ വേണ്ടിയല്ല ആരംഭിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്തി ബിജെപി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന വികസിത കേരള സന്ദേശം എല്ലായിടത്തും എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിപിഎമ്മിനും കോൺഗ്രസിനുമെതിരെ രാജീവ് ചന്ദ്രശേഖർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സിപിഎമ്മും കോൺഗ്രസും ന്യൂനപക്ഷങ്ങളിൽ വിഷം കുത്തിവെക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം വോട്ടർമാരിലേക്ക് നേരിട്ടെത്താനുള്ള ബിജെപിയുടെ നീക്കം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത്. ഇതിൽ രാഷ്ട്രമില്ല, ഇത് വോട്ട് പിടിക്കാനല്ല, ആരെയും വിഡ്ഢിയാക്കാൻ സിപിഎമ്മും കോൺഗ്രസ് ചെയ്യുന്ന രാഷ്ട്രമല്ല. ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു. ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും. ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും. ഞങ്ങളുടെ കാഴ്ചപ്പാട് ബിജെപി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം, അത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും. ഇതിൽ എനിക്കറിയാം ചിലർ പറയും ഇത് രാഷ്ട്രീയമാണ്, ഇതാണ് മറ്റതാണെന്നെല്ലാം പറയും. പക്ഷേ ഇതിൽ ഒരു സിൻസിയറിറ്റി ഉണ്ട്. അബ്ദുൾ സലാം ജി ഒരു ഏറ്റവും റെസ്പെക്റ്റഡ് ഞങ്ങളൊരു നേതാവാണ്. അബ്ദുള്ള കുട്ടിജി ഉണ്ട്, ഞങ്ങളുടെ നാഷണൽ വൈസ് പ്രസിഡന്റ്. ഇവരെല്ലാവരും ഒപ്പം ഞങ്ങൾ എല്ലാ വീട്ടിൽ കയറി മെസ്സേജ്, ഞങ്ങളൊരു വികസന സന്ദേശം എന്താണ് ബിജെപി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൃത്യമായി പറയും. അപ്പോൾ അതിന്റെ ഭാഗമായി ഇതുവരെ 20-30 കൊല്ലമായിട്ട് ഇവിടെ സൃഷ്ടിച്ച ഒരു നുണ, ബിജെപി ഒരു മതത്തിന്റെ എതിരെയാണെന്നോ ഞങ്ങളാണോ ഒരു വർഗീയവാദി പാർട്ടിയാണെന്ന്, ഇതെല്ലാം ഞങ്ങൾ പൊളിക്കാൻ ശ്രമിക്കും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത്ര മാത്രമേ പറയാനുള്ളൂ.